ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യമാണ് പറയുന്നത്. സാധാരണ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയിൽ കണ്ട ഒരു പ്രത്യേകതയാണ്. രാഹുൽ ഗാന്ധിക്ക് ഷാള് കൊടുത്താൽ അദ്ദേഹത്തിന് ഭയങ്കര അലർജിയാണ്. ഷാൾ അദ്ദേഹം കഴുത്തിൽ വാങ്ങില്ല. ഇപ്പോൾ അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വലിയ വിഷയമായത് കന്യാകുമാരിയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാനായിട്ട് തിരുവനന്തപുരം വഴിയാണ് പോയത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ രമേശ് ചെന്നിത്തല, ശിവകുമാർ തുടങ്ങി ഒരു 8-10 നേതാക്കൾ ഷാളുമായി നിൽക്കുകയാണ്. ആ ഷാള് കഴുത്തിൽ വാങ്ങണ്ടേ? രമേശ് ചെന്നിത്തല ഇട്ടുകൊടുത്ത ഷാള് മാത്രം കഴുത്തിൽ വാങ്ങി, ബാക്കിയെല്ലാം കയ്യിലാണ് വാങ്ങിയത്. ഇതൊക്കെ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നാട്ടുകാർ കാണുകയല്ലേ? വളരെ മോശമല്ലേ രാഹുൽ ഗാന്ധിജി, കെ സി വേണുഗോപാൽജി, നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊരു പൊളിറ്റിക്കൽ ലീഡർ ആകുമ്പോൾ എല്ലാവരുടെ ഷാളും വാങ്ങണം. പിന്നെ ഇപ്പം നരേന്ദ്രമോദിയെ കാണും, അദ്ദേഹം 5 പേര് ഷാൾ വെച്ചിട്ട് 5 ഷാളും മേടിക്കും. 5 പേർക്ക് നിൽക്കാൻ പറ്റുള്ളായിരിക്കും, അല്ലെ 4 പേർക്ക് നിൽക്കാം, 4 ഷാളും അദ്ദേഹം മേടിക്കും. അപ്പോൾ മറ്റ് നേതാക്കളും, പ്രതിപക്ഷത്തുള്ള നേതാക്കളും, പിന്നെ കോൺഗ്രസിൻ്റെ മറ്റ് ഉമ്മൻചാണ്ടിയൊക്കെ 100 ഷാൾ ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന്. രണ്ടാമത്, ഇവിടത്തത് വാങ്ങാത്ത പോട്ടെ, തമിഴ്നാട്ടിൽ ചെന്നിട്ട് സ്റ്റേജിൽ ഒരു മന്ത്രി ഇട്ട ഷാളും, മന്ത്രി ഡി എം കെ മുന്നണിയിലാണല്ലോ, ഒരു മന്ത്രി ഇട്ട് കൊടുത്ത ഷാളും അദ്ദേഹം വാങ്ങിയില്ല. വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നു, അപ്പുറത്തോട്ട് പോകുന്നു, അവിടെ ഇരിക്കുന്നു, പിന്നെ യോഗം നടത്താൻ പറയുന്നു, ഷാള് അങ്ങ് പോകുന്നു. ഒരു ഷാൾ അലർജി ഉണ്ടോ എന്നൊരു വലിയ പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പോഴും അദ്ദേഹം ജനകീയനായി മാറിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ വലിയതാണ്. അദ്ദേഹം ജോഡോ യാത്ര നടത്തി, തമിഴ്നാട് മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജോഡോ യാത്ര നടത്തി, ബീഹാറിൽ വലിയ യാത്ര നടത്തി, പിന്നെ രാജ്യം മുഴുക്കെ വലിയ യാത്രകൾ നടത്തി, ജനങ്ങളുമായി വലിയ ബന്ധമുള്ള ആളാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. പോകുന്ന കൂട്ടത്തിൽ തട്ടുകടയിൽ ഇറങ്ങി ചായ കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ കരിക്ക് വാങ്ങി കുടിക്കാറുണ്ട്. വളരെ വലിയ രീതിയിൽ അദ്ദേഹം ജനകീയനാകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഷാൾ അദ്ദേഹത്തിനൊരു വലിയ ഒരു അപസ്വരം പോലെയാണ് പല സ്ഥലങ്ങളിലും അദ്ദേഹം കാണിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ, UDFിൻ്റെ യോഗത്തിൽ സുധാകരൻ അടുത്തിരിക്കുന്ന സുധാകരനെ എണീറ്റ് അപ്പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് സണ്ണി ജോസഫിനെ ഇപ്പുറത്തിരിക്കാൻ പറഞ്ഞു. തിരിച്ച് ചെയ്യണമായിരുന്നു. പ്രായോഗിക രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സണ്ണി ജോസഫിനെ ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് സുധാകരൻ അവിടെ എണീറ്റ് കൊടുക്കുമായിരുന്നു. അവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് സുധാകരൻ എടുക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധി അത് ഡിക്റ്റേറ്റ് ചെയ്ത് സുധാകരനോട് പറഞ്ഞാൽ നിങ്ങൾ പൊങ്ങൂ, നിങ്ങൾ അവിടെ പോയിരിക്കൂ, അയാൾ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞത് ഒരു സുഖകരമായ ഒരു രാഷ്ട്രീയമല്ല. കേരളത്തിന് ഇതൊന്നും ചിരപരിചിതവുമല്ല. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും, പക്ഷേ ഡൽഹിയിലൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയം ചിരപരിചിതമല്ല. ഷാൾ ആരെങ്കിലും കൊടുത്താൽ രാഹുൽ ഗാന്ധി അത് മേടിക്കണം. ഇനി ആരെങ്കിലും അദ്ദേഹത്തിന് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം കൃത്യമായി. അല്ലെങ്കിൽ അത്രയും പേരോട് അദ്ദേഹം ഒരു കർശനമായ നിർദ്ദേശം നേരത്തെ കൊടുക്കണം. പാർട്ടിക്കാർക്ക് 2-4 പേര് ഷാൾ വെച്ചുകൊണ്ട് നിന്നാൽ മതി, ബാക്കി ആരും ഒന്നും വെച്ചുകൊണ്ട് നിൽക്കണ്ട, പൂവോ എന്തായാലും ഞാൻ കയ്യിൽ മേടിച്ചോളാം. ഇത് 8-10 പേർ ഷാൾ വന്ന് നിൽക്കുകയും അവർ ഷാൾ ഇടാനായിട്ട് അവർ കുനിഞ്ഞാൽ അവർ നിവർന്ന് ഷാൾ ഇടാനായിട്ട് വരികയും രാഹുൽ ഗാന്ധി കുനിയാതിരിക്കുകയും അത് കയ്യിൽ വാങ്ങുകയും ചെയ്യുമ്പോൾ അത് കാണുവാൻ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ നേതാവിനെ മാറ്റിയിരുത്തിയതും സുധാകരനെ മാറ്റിയിരുത്തിയതും വലിയ വാർത്തയായി വലിയ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം പ്രാക്ടിക്കൽ ടിപ്പുകൾ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുക? അദ്ദേഹം വളരെ ജനകീയ നേതാവാണ്. ഞാൻ വീണ്ടും പറയുന്നു, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ കുറച്ചുകൂടി പക്വത ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിനില്ല. അത് പാർലമെൻറ്റിനകത്ത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതായാലും അതിലൊക്കെ ഒരു സർക്കാസം കൂടി കൊണ്ടുവന്ന്, ഒരു പരിഹാസം കൂടി പരിഹാസ വാക്കുകൾ പറയാം. ഇതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി നമ്മുടെ അമിത്ഷായെ ട്രോൾ ചെയ്തത്. ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായി ട്രോളി. അമിത്ഷായും ചിരിച്ചു. എന്താണ് എന്നെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹവും ചിരിച്ചു. വളരെ കൃത്യമായത് വലിയ ട്രോളായിട്ട് ഇന്ത്യ മുഴുക്ക വന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ശൈലിയാണ്. പക്ഷെ ആ ശൈലി, ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ശൈലി രാഹുൽ ഗാന്ധി എടുക്കണമെന്നല്ല, രാഹുലിൻ്റെ ശൈലിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യമായാലും, പണ്ടൊരിക്കൽ പാർലമെൻറ്റിൽ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് മോഡിയെ നോക്കി കണ്ണിറക്കി കാണിച്ച് മോഡിയപ്പോൾ കൈയടിക്കാൻ പറ്റും, ചിലപ്പോൾ നേരെ ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, അപ്പൂപ്പാന്ന് വിളിക്കുന്നു, ആകെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായ ഒരു പൊളിറ്റിക്കൽ പക്വതയില്ലായ്മയുടെ ഒരു പ്രവർത്തനമാണ്. അവസാനമായി ഇത് വന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ DMK മന്ത്രിയാണ്, ചെറിയ ആളല്ല, DMKയുടെ മന്ത്രി ഷാളിടാൻ പോകുമ്പോഴും അലോസരമുണ്ടെങ്കിലും, പൊളിറ്റിക്കൽ ലീഡർമാർക്ക് മുന്നണി ബന്ധങ്ങളിലോ വ്യക്തിബന്ധങ്ങളിലോ അലോസരമുണ്ടെങ്കിലും അത് പബ്ലിക് പ്ലേസിൽ കാണിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ ശാസ്ത്രം അതാണ്, രാഷ്ട്രീയ രീതി അതാണ്. അല്ലെങ്കിൽ നമ്മൾ പോകാതിരിക്കുക, അല്ലെങ്കിൽ വാങ്ങാതെയൊക്കെ ഇരിക്കുക. ഇത് വാങ്ങിക്കുന്നവർ അത് വാങ്ങാതിരിക്കുക. ഇത് ഒരു കൂട്ടർ ആളുകൾ കാത്തു നിൽക്കുക. പണ്ട് തിരുവനന്തപുരത്ത് ONV കുറുപ്പ് സാർ മരിച്ചുപോയി. ONV കുറുപ്പ് സാർ ഇതുപോലെ ഈ വണ്ടിയിൽ
പിന്നെ ആൾക്കാരെ കാണാനായിട്ട് പ്രചരണ വാഹനത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു 10-20 മീറ്റർ അങ്ങോട്ട് മാറി ഒരു കോളനി പോലെ ഒരു ചെറിയ പ്രദേശത്ത് കുറച്ച് ആളുകൾ താമസമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അവിടെ വന്ന് ഈ പൂമാല മേടിക്കണം, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾ മാലയൊക്കെ വെച്ച് കുറച്ച് പേര് അവിടെ കാത്തു നിൽപ്പുണ്ട്. ഒരു 10-20 മീറ്റർ പോയാൽ ONV കുറുപ്പ് സാർ ഇറങ്ങിയില്ല. അതേ സ്ഥലത്ത് പിറ്റേ ദിവസം ONV കുറുപ്പിന് മാല തയ്യാറാക്കി വെച്ച അതേ ജനങ്ങൾ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് തന്നെ ചാൾസ് MP അന്നത്തെ മത്സരിക്കുന്ന സമയമാണ്, ചാൾസ് അദ്ദേഹവും മരിച്ചുപോയി, ചാൾസിനെ അവിടെ കൊണ്ടുവരികയും അദ്ദേഹം ഇറങ്ങി പോയി ഈ 20 മീറ്റർ നടന്നു പോയി മാല വാങ്ങുകയും മുഴുവൻ വോട്ടും ആ പ്രദേശത്തെ മുഴുവൻ വോട്ടും കമ്മ്യൂണിസ്റ്റുകാരെ വോട്ടും കോൺഗ്രസ്സുകാരെ വോട്ടും മുഴുവൻ വോട്ടും ചാൾസ് MP വാങ്ങുകയും ചെയ്തു. അത് രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ വേറെ ന്യായങ്ങളില്ല. അവിടെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചിലപ്പോൾ അത് ഗിമ്മിക്കായിരിക്കും, ചിലപ്പോൾ അതിനകത്ത് അതൊരു ഗോസിപ്പായിരിക്കും, ചിലപ്പോൾ അതൊരു എന്താണ് പ്രകടനപരതയായിരിക്കാം, ചിലപ്പോൾ അഭിനയമായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. എനിക്കങ്ങനെ അഭിനയിക്കാൻ അറിയില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഭിനയത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, ഒരു പ്രകടനപരതയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും, ഒരു എക്സിബിഷനിസത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയായില്ല. ഇത് തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ആരെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ ഇത് കൊടുക്കണം. KC വേണുഗോപാലിനാണ് ഏറ്റവും പറ്റിയ ആൾ, ബാക്കി നേതാക്കളും ഉണ്ട്. നിങ്ങളിത് ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് ഓക്വേർഡ്നെസ് ആണ്. നമ്മെ സ്വീകരിക്കാൻ എത്ര ചെറിയ കുട്ടി, അപ്പോൾ കുറച്ചുകൂടെ ചെറിയ ആളുകൾ നിന്നെങ്കിലോ, വല്ല കർഷകരെ പോലുള്ള ചെറിയ ആളുകളൊക്കെ നിന്നെങ്കിലോ അറിയാൻ പറ്റില്ലല്ലോ. നമ്മളെ കാണാൻ ആരെങ്കിലും ഒരു ഷാളുമായി അല്ലെങ്കിൽ ഒരു പൂവുമായി അല്ലെങ്കിൽ ഒരു കൊടിയുമായി നിൽക്കുകയാണെങ്കിൽ അവരെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജനങ്ങളുടെ നേതാവാകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും പഴയതുപോലുള്ള അരിസ്റ്റോക്രസിയിൽ നിന്ന് നിൽക്കുന്നതാണെന്നൊരു തോന്നലുണ്ട്. അവരാരും പരാതി പറഞ്ഞിട്ടില്ല, പരാതി പറയത്തുമില്ല. പക്ഷെ കാണുന്നവർക്ക് വലിയ ഒരു ഓക്വേർഡ്നെസ് ആണുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട് ഷാൾ പ്രകടനവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഷാൾ പ്രകടനവും സുധാകരനെ എണീപ്പിച്ച് മാറ്റി നിർത്തിയ പ്രകടനവും, ഇത് മുഴുവൻ പ്രകടനങ്ങളും 0 മാർക്കാണ് കിട്ടുന്നത്. പാസ് മാർക്ക് പോലും കിട്ടില്ല. അതുകൊണ്ട് ഇനി മേലിൽ എങ്കിലും അദ്ദേഹം ഇത് ശ്രദ്ധിക്കുമെന്നും അദ്ദേഹത്തെ കൊണ്ട് ഇത് ശ്രദ്ധിപ്പിക്കുമെന്നും നമുക്ക്